ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നിങ്ങളെ ആശീർവദിക്കട്ടെ. ആണ്ടവർ നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ തരുമാറാകട്ടെ. നമുക്ക് വചനത്തിൽ നിന്നും നമ്മൾ പഠിച്ചിടാം. ഇന്ന് എപ്പിസോഡ് 89 താൻ നമ്മൾ വാസിക്കുന്നത്. എപ്പിസോഡ് 89 ഫിലിപ്പിയ ലേഖനം 1:10 ആണ് നമ്മൾ വാസിക്കാൻ പോകുന്നത്. ഫിലിപ്പിയ ലേഖനം 1:10. അതിനു മുമ്പേ നമ്മൾ ഫിലിപ്പിയ ലേഖനം 9 വാക്യം നമ്മൾ ഒന്ന് വിസാരിച്ചിട്ട് അതിന് കണ്ടിന്യൂഷനായിട്ട് നമുക്ക് 10 വാക്യം നമുക്ക് വിസാരിച്ചിടാം. എങ്കിൽ എന്നാൽ ആണ്ടവർ നമുക്ക് 9 വാക്യത്തിൽ നമുക്കൊന്നും കൂടെ നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിക്കേണ്ടതിന് പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ പരിജ്ഞാനത്തിലും നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കാൻ വേണ്ടി എന്നാ பண்ணണം? നിങ്ങൾ സ്നേഹം വർദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ പരിജ്ഞാനം നിങ്ങൾക്ക് തേവപ്പെടും. അത് മാത്രമല്ല വിവേകം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആണ്ടവരുടെ സ്നേഹം നിങ്ങളിൽ വർദ്ധിക്കാൻ പറ്റൂ. എൻ്റെ പർപ്പസിന് ഇത് വർദ്ധിക്കുമ്പോൾ, അതായത് നിങ്ങളുടെ പരിജ്ഞാനവും നിങ്ങളുടെ വിവേകവും വർദ്ധിക്കുമ്പോൾ എന്നാ പറ്റിയിടും? നിങ്ങൾക്ക് ആണ്ടവരോട് നേസം കൂടിയിടും. അതായത് ആണ്ടവരുടെ നേസം കൂടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആണ്ടവരുടെ വചനത്തെ നമുക്ക് പൊടിയണം. ആണ്ടവരുടെ വചനത്തെ പൊടിയാതെ നമുക്ക് എപ്പടി തിരിയും? ആണ്ടവർ എപ്പടി ഇരിക്കുന്നു? അത് ആണ്ടവരെ നമുക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ എന്നാ പറയണം? നമുക്ക് ആണ്ടവരുടെ വചനം തിരിയണം. അത് നമുക്ക് മനസ്സിലാവണം. അത് നമുക്ക് നല്ലപോലെ മനസ്സിലാവുമ്പോൾ നമ്മൾ എന്നാ പറ്റും? ആണ്ടവരുടെ നേസം കാണിക്കണം. ഇംഗ്ലീഷിൽ നമ്മൾ 9 വാക്യത്തിൽ This I pray that your love may abound. ഞാൻ ജപിച്ചിടുക, എന്നെ ജപിച്ചിടുക, that your love may abound. നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കണം എന്ന சொல்லியா more and more. அது ரொம்ப ஜாஸ்தியாக வளர்ந்தேணும். in knowledge and do in all judgment. இங்க சொல்ல நீ ஞானத்திലും അതേപോലെ ഇங்கே രണ്ടാമത്തെ പോയിന്റ് ജഡ്ജ്മെന്റിൽ, അതായത് ദൈവത്തിന്റെ ന്യായത്തിലും. ദൈവത്തിന്റെ ന്യായം നമുക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ എന്നാ പറയണം? ദൈവത്തിന്റെ വചനത്തിന് ജ്ഞാനം തിരിയണം. ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ജ്ഞാനവും നമുക്ക് തിരിയുമ്പോൾ ദൈവത്തിന്റെ ന്യായം നമുക്ക് തിരിയും. അതായത് നമ്മൾ ரொம்ப ജാഗ്രതയായിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായിരിക്കുന്ന ആണ്ടവർ എന്നാ சொல்லுது. ഇപ്പോൾ 10 വാക്യത്തിൽ എന്നാ சொல்லுது? നമ്മളിപ്പോൾ 10 വാക്യം നമ്മൾ വാസിക്കാൻ പോകുന്നത്. 10 വാക്യത്തിൽ എഴുതിയത് നമുക്ക് വാസിച്ചിടാം. നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാനും എന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലരും ഇഴച്ചില്ലാത്തവരും എന്ന് ചൊല്ലിയിട്ട് ഇംഗ്ലീഷിൽ ചൊല്ലുന്നത് that ye may approve thing that all that are excellent. That ye may approve thing that you are excellent. I mean, அவர் இங்கே என்ன சொல்லுது? இங்கே பவுலோஸ் சொல்லுது, നിങ്ങൾക്ക് என்ன വേണം? നിങ്ങൾക്ക് മനസ്സിലാവണം, അപ്രൂവ് ആവണം, അല്ലെങ്കിൽ എന്നാ சொல்லிയാൽ നിങ്ങൾ അത് നിങ്ങൾക്ക് സ്ഥിരീകരിക്കണം. എന്താ തിങ് ദാറ്റ് അവൻ്റെ പറ്റിയുള്ള ശരിയായ രീതിയിലുള്ള അവൻ്റെ ഇത് അത് വിച്ച് ആർ ബൈ ജീസസ് ക്രൈസ്റ്റ്. അത് ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ പറ്റിയുള്ള വിവരം. ആൻഡ് ടു ഗ്ലോറി ആൻഡ് പ്രൈസ് ഓഫ് ഗോഡ്. അവൻ്റെ മഹിമ, അല്ലെങ്കിൽ അവൻ്റെ മഹത്വം, അവനെ സ്തുതിക്കത്തക്കവണ്ണം നമുക്ക് മനസ്സിലാവണം. നമ്മൾ 10 വാക്യം നമ്മൾ മലയാളത്തിൽ കൊഞ്ചം കൂടെ എനിക്ക് ക്ലിയർ ആവും. നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം. അതായത് നിങ്ങൾ വചനത്തെ ശരിയായി വിവാചിപ്പാൻ, അല്ലെങ്കിൽ അത് ശരിയായി പഠിച്ചിടാൻ നിങ്ങൾക്ക് തിരിയണം. നിങ്ങൾ വചനം നമ്മൾ ശരിയായി പഠിച്ചിടുമ്പോൾ, അല്ലെങ്കിൽ ശരിയായി മനസ്സിലായിടുമ്പോൾ എന്നാ പറ്റും? നമ്മൾ ജാഗ്രതയ്ക്ക്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ 9 നമുക്ക് അല്ലെങ്കിൽ ന്യായത്തെ പറ്റി നമുക്ക് മനസ്സിലാകണം, അല്ലെങ്കിൽ ദൈവത്തെ പറ്റി ആണ്ടവരെ പറ്റി നമുക്ക് പൊടിയണം. നമ്മൾ ആണ്ടവരെ പൊടിയാതെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? നമുക്ക് ആണ്ടവരുടെ അന്നേരം തന്നെ ആണ്ടവരുടെ നേസം മനസ്സിലാവും. ആണ്ടവരുടെ നേസം മാത്രമല്ല, നേസം വർദ്ധിക്കും. അത് മാത്രമല്ല, നമുക്ക് ആണ്ടവരുടെ ന്യായം നമുക്ക് അല്ലെങ്കിൽ അവൻ നമ്മളോട് ജഡ്ജ് ചെയ്യുന്നത് നമുക്ക് തിരിയും. ഇങ്ങനെ നമ്മൾ വാസിക്കുന്നത്
നിങ്ങളെ വിവേചിപ്പിക്കണം എന്ന ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ഇங்கே சொல்லுது നിങ്ങൾ ഇത് വാസിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്നാ പറ്റും? നിങ്ങൾ നിർമ്മലരായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളങ്കമില്ലാത്തവരായിരിക്കും. നിങ്ങൾ കളങ്കമില്ലാത്തവരായിരിക്കണമെന്നുണ്ടെങ്കിൽ എന്നാ പഠനം? ആണ്ടോടെ വചനം പഠിച്ചിടണം. ആണ്ടോടെ വചനത്തിൽ നിന്നും ജ്ഞാനം നമുക്ക് തിരിയണം. അതുപോലെ ആണ്ടോടെ വചനം നമുക്ക് വിവാദിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്ന മാതിരി, അല്ലെങ്കിൽ നമുക്കത് ഗ്രഹിക്കത്തക്കവണ്ണം, അല്ലെങ്കിൽ നമ്മൾ അത് രമ്പ രീതിയിലെ അത് എന്നത് ആണ്ടവർ ചൊല്ലുന്നെന്ന് നമുക്ക് പൊടിയാതെ നമുക്ക് ആണ്ടവരെ മഹത്വപ്പെടുവാൻ മുടിയാതെ നമ്മൾ ആണ്ടവരെ മഹത്വപ്പെടുന്നതിനെ നമ്മൾ ആണ്ടവരോട് നേസം കാണിക്കുക. ആണ്ടവരോട് നേസത്തിൽ നമ്മൾ അവനോട് കൂടെ ഇരിക്കും. അങ്ങനെ അവൻ്റെ വചനം നമ്മൾ പഠിക്കേണ്ടത് ரொம்ப മുഖ്യமான വിഷയം. നമ്മൾ അവൻ്റെ വചനം നമ്മൾ പഠിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ரொம்ப പ്രോബ്ലമായിടും. ഇങ്ങനെ നമ്മൾ 10ാം വാക്യത്തിൽ പിന്നെ ക്രിസ്തുവിൽ നാളിലേക്ക് അത് എപ്പോഴത്തേക്ക് വേണ്ടിയാണ് നമ്മൾ, അതായത് ആണ്ടവരുടെ നാളിൽ അല്ലെങ്കിൽ ആണ്ടവരുടെ ദിവസത്തിൽ നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ എപ്പടി ഇരിക്കണം? നിർമ്മല, അതായത് കളങ്കമില്ലാത്തവരായി, പാപമില്ലാത്തവരായി, നിങ്ങൾക്ക് യാതൊരു രീതിയിലും ഒരു കുറവും ഇല്ലാത്തവരായി നിങ്ങൾക്ക് തീരണം. അത് നമുക്ക് അത് തീരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ ചെയ്യണം? ആണ്ടവരുടെ വചനം പഠിച്ചേ മതിയാവൂ. അല്ലെങ്കിൽ പഠിക്കാതെ നമുക്ക് യാതൊരു രീതിയിലും തിരിയാതെ അത് ആണ്ടവരോട് നമ്മൾ ചൊല്ലി ആണ്ടവരോട് ജപിച്ച് ആണ്ടവരോട് നമ്മൾ വചനം പഠിക്കുമ്പോൾ ആണ്ടവരോട് ചൊല്ലണം, ആണ്ടവരെ എനിക്ക് ശരിയായ വചനം എനിക്ക് വിവാഹിച്ച് തന്ന്, അല്ലെങ്കിൽ എനിക്ക് ശരിയായ വചനം നീ എനിക്ക് തന്നിട്ട് അത് നിന്റെ ചിത്തത്തിനനുസരിച്ച് ഞാൻ അത് പ്രയോജനപ്പെടുക മാത്രമല്ല അത് മറ്റുള്ളവരോട് സുവിശേഷം പറയത്തക്കോണം എന്നെ ബലപ്പെടുത്തണം. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ദൈവത്തിൻ്റെ കൽപ്പനയാണ് എൻ്റെ സുവിശേഷം ലോകത്തോടെ അറിയിക്കാം. ദൈവത്തിൻ്റെ കൽപ്പന എന്താ? ദൈവത്തിൻ്റെ കൽപ്പന നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ 5ാം അധ്യായത്തിൽ നമ്മൾ അങ്ങ് വായിക്കുന്നു. എന്നാ വാസിക്കുന്നത്? നിങ്ങൾ എന്നെ അറിയണം. അത് മറ്റുമല്ല, 5:27 നമ്മൾ വാസിക്കുന്നത്. അത് മറ്റുമല്ല, നമ്മൾ എന്നാ പറയണം? അവൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് മറ്റുള്ളവരോട് നമ്മൾ ചൊല്ലണം. നമ്മുടെ ഡ്യൂട്ടി എന്നത് നമ്മൾ വചനം മാത്രം പഠിക്കുക മാത്രമല്ല, അത് മറ്റുള്ളവരോടും പേശണം. നമ്മളത് മറ്റുള്ളവരോട് പേശിയെങ്കിൽ അവർക്കും അതിൽ നിന്ന് പ്രയോജനപ്പെടുകയുള്ളൂ. അത് നമ്മളെല്ലാമേ നമുക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ വെക്കാതെ നമുക്ക് വചനം പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വചനം പഠിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റും? ആണ്ടോട് കൂടുതൽ നേസം വന്നിടും. ആണ്ടോട് കൂടുതൽ നേസം വന്നിടുമ്പോൾ നമ്മൾ എന്നെ പറ്റും? ആണ്ടോട് ചിത്തം അനുസരിച്ച് നമുക്ക് ചെയ്യാൻ തക്കവണ്ണം നമുക്ക് ഇടയാവും. അതുകൊണ്ട് താൻ ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് എന്നെ சொல்லுது, ഞാൻ ആണ്ടവരുടെ അടിമയാണ്. അതായത് കർത്താവിൻ്റെ അടിമയെന്ന അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ சொல்லுது. അടിമ എന്ന് சொல்லிയാൽ ദാസൻ എന്ന് പറഞ്ഞാൽ അടിമ എന്ന് പറഞ്ഞാൽ അത് ഏത് അടിമയും? സ്നേഹത്തിൻ്റെ അടിമ. അതായത് അവൻ്റെ നേസം മൂലം ഞാൻ അടിമയായച്ച. അതായത് അവൻ്റെ നേസമാണ് എന്നെ അടിമയാക്കിയത്, അല്ലെങ്കിൽ എന്നെ ഒരു ദാസനാക്കിയത് അവൻ്റെ നേസമാണ്. അവൻ്റെ ആ നേസം അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തെന്ന് தெரியுമോ? ഞാൻ മരിക്കുന്നവരെയും അവൻ്റെ അടിമയായിരിക്കാമെന്ന് ഞാൻ തന്നെ വാഗ്ദാനം ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഞാൻ പ്രോമിസ് പണിയാച്ച. അതായത് ഞാൻ അവന് ചിത്തമല്ലാതെ വേറെ ആർക്കും വേണ്ടി ഒന്നും ചെയ്യുകയില്ല എന്ന് ഞാൻ നിശ്ചയം പണിയാച്ചേ. അത് അവൻ്റെ അതുകൊണ്ട് ഞാൻ അവൻ്റെ ചിത്തം അനുസരിച്ച് ഞാൻ വസിക്കും. ഞാൻ അവൻ്റെ അടിമയാണ്. അന്നേരം അപ്പോസ്തലനായ പൗലോസ് ഇത്ര പെരിയ ആണ്ടവരുടെ ഒരു അപ്പോസ്തലനായിരിക്കെ അവന് 14 പുസ്തകം എഴുതിയ, 13 പുസ്തകം കൺഫേമായി എഴുതിയിരിക്കുക. 13 പുസ്തകത്തിൽ കൂടെ അതിലൊരു പുസ്തകമാണ് ഫിലിപ്പിയ ലേഖനം. അതിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്നതാണ്? നമുക്ക് മനസ്സിലാകുന്നത് ഒരേ ഒരു കാര്യം താൻ ആണ്ടവരുടെ നേസം നമ്മൾ വേണം. ആണ്ടവരുടെ നേസം നമുക്ക് എപ്പടി വരും? ആണ്ടവരുടെ വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ വചനത്തെ നമ്മൾ ശരിയായി മനസ്സിലാക്കുമ്പോൾ എന്നാ പറ്റും? ആണ്ടോട് നേസം വരും. അപ്പോൾ നേസം വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് മാതിരി നിങ്ങൾ ചൊല്ലിടും, ഞാൻ ആണ്ടവർക്ക് അടിമയായിരിക്കുന്നത്.
நமக்கு ஒரு விதத்தில் நம்ம சொல்லியால் நம்ம இப்படி நம்ம பார்க்க நம்ம நேரத்தை நான் சொல்லியாச்சு നമ്മളെ നമ്മൾ ദൈവത്തിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചാച്ചേ എന്നാൽ ദൈവം നമ്മളെ വീണ്ടെടുപ്പിനെ പറ്റി നമ്മളെ പഠിച്ചപ്പോൾ നമ്മൾ എന്നെ പഠിച്ചാൽ നമ്മൾ അടിമച്ചന്തയിൽ സാത്താൻ്റെ അടിമയായിരുന്നു. എങ്കിൽ അടിമച്ചന്തയിൽ സാത്താൻ്റെ അടിമ, നമ്മൾ സാത്താൻ്റെ അടിമയായിരുന്ന നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി ആണ്ടവരായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ദൈവമായിരുന്ന യേശുക്രിസ്തു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി അവൻ മരിച്ചു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി. നിങ്ങളെ വെറുതെയല്ല വിലയ്ക്ക് വാങ്ങിയത്, പൈസ കൊടുത്താലും വിലയ്ക്ക്, സ്വന്തം ജീവൻ കൊടുത്താൽ അവൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത്. അപ്പം നിങ്ങളെ സ്വന്തം ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയപ്പോൾ നിങ്ങൾ എത്ര പ്രിയമാനവരാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിക്കേ. ആണ്ടവർക്ക് എത്ര പ്രിയമാനവര്, ആണ്ടവർ നിങ്ങളെ എത്രമാത്രം നേസിക്കുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും സ്വന്തം ജീവനെ കൊടുത്ത് വേറൊരാളെ വിലയ്ക്ക് വാങ്ങുക എങ്കിൽ ആണ്ടവരായ യേശുക്രിസ്തു സ്വന്തം ജീവനെ കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി. നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്ന് മറ്റുമല്ല, നമ്മളെ വിലയ്ക്ക് വാങ്ങിയിട്ട് നമ്മളെ അടിമച്ചന്തയിൽ നിന്നും വെളിയിൽ കൊണ്ടുപോയി നമ്മളെ സ്വതന്ത്രാക്കിയത്. നമുക്ക് ഇനിയും നമ്മൾ അടിമയല്ല. നമ്മൾ അടിമ, ഞാൻ നേരത്തെ പേശിയാച്ച് എന്നാ ഒരു അടിമയ്ക്ക് അവൻ ജീവകാലം മുഴുവനും അടിമയാണ്. എന്നാൽ ഇங்கே നമ്മൾ പാക്കുന്ന ഒരു അടിമയായ നമ്മളെ, പിശാചിൻ്റെ അടിമയായിരുന്ന നമ്മളെ വിലയ്ക്ക് വാങ്ങി നമ്മളെ സ്വതന്ത്രരാക്കി. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിച്ചിടുമ്പോൾ, ദൈവത്തിൻ്റെ പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാകുമ്പോൾ, അവൻ്റെ വിവേകം നമുക്ക് വന്നിടുമ്പോൾ നമുക്ക് എന്നാ മനസ്സിലാകും? ആണ്ടവർ നമ്മളെ എത്ര നേസിച്ചാൽ നമ്മൾ എന്നാ പറ്റും? നമ്മൾ ആണ്ടവരെ നേസിക്കും. നമ്മൾ ആണ്ടവരെ നേസിക്കുമ്പോൾ അപ്പോൾ തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ അടിമയായിരിക്കെ, ഞാൻ ആണ്ടവർക്ക് ജീവപര്യന്തം ഒരു അടിമയായിരിക്കെ എന്ന് ചൊല്ലും. അതായത് നമ്മൾ അടിമയായിരിക്കുന്ന സ്നേഹത്തിലാണ്, അല്ലാതെ നിന്നെ കെട്ടപ്പെട്ട അവസ്ഥയിലല്ല, ചങ്ങലയിലല്ല. എങ്കിൽ നമുക്കത് മനസ്സിലാക്കണം. ഇங்கே ഒരു അടിമയ്ക്ക് ഉള്ള രീതി എന്ന് വിചാരിച്ചു. എന്നാൽ ഇங்கே നമ്മൾ വാസിക്കുന്ന എൻ്റെ സമയം ഇங்கே മുടിയാറായച്ച് ഞാൻ നിങ്ങളോട് പിന്നെയും ഞാൻ ചൊല്ലുക, ആണ്ടവരായ യേശുക്രിസ്തു നമ്മളെ അടിമച്ചന്തയിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയാച്ച്, അടിമച്ചന്തയിൽ നിന്നും വിലയ്ക്ക് വാങ്ങി നമ്മളെ സ്വതന്ത്രരാക്കിയാച്ച്. നമ്മൾ ആണ്ടവര ആക്ച്വലി നമ്മൾ ചൊല്ലുക, ആണ്ടവരുടെ നമ്മൾ അടിമതാൻ. എന്നാൽ ആണ്ടവർ നിങ്ങളെ അടിമയാക്കാതെ നിങ്ങളെ സ്വതന്ത്രരാക്കി വിട്ടാച്ച്. നിങ്ങൾ അടിമച്ചന്തയിൽ നിന്ന് വാങ്ങുമ്പോൾ നീ അടിമതൻ. നിനക്ക് അടിമ ആ പൊസിഷൻ അല്ലെങ്കിൽ ആ പദവിയിൽ നിന്നും നിനക്ക് മാറാൻ മുടിയാതെ. എന്നാൽ ആണ്ടവരായ യേശുക്രിസ്തു എന്നാ ചെയ്തത്? നിങ്ങളെ വിലയ്ക്ക് വാങ്ങി എന്ന് മാത്രമല്ല, നിങ്ങളെ സ്വതന്ത്രരാക്കിയാச்சு. സ്വതന്ത്രരാക്കിയിട്ട് അവൻ നമ്മളോട് കാണിച്ച നേസം നല്ലപോലെ പൊടിഞ്ഞിട്ട് നമ്മൾ എന്നാ പറയണം? ആണ്ടവരെ നേസിക്കണം, ആണ്ടവരുടെ ചിത്തമായത് നമ്മൾ ചെയ്യണം, അവൻ്റെ വചനത്തെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അതാണ് ഇവിടെ 10-ാം വാക്യത്തിൽ നമ്മൾ ചൊല്ലുമ്പോൾ, കാലത്തിൻ്റെ അന്ത്യത്തിൽ നമ്മൾ എന്നായിരിക്കണം? നിർമ്മലരായിരിക്കണം, അതായത് ദോഷമില്ലാത്തവരായിരിക്കണം. അതുതാണ് ആണ്ടവരുടെ ചിത്തം. അതിനു വേണ്ടിയാണ് ഇതെല്ലാം പണ്ണത്. അതുതന്നെ അപ്പോസ്തലനായ പൗലോസും ചൊല്ലുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമാനവരെ, ആണ്ടവരിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ പ്രിയമാനവരെ, നമുക്ക് കിട്ടിയ പദവി എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച് പാക്ക്. കാരണം അവൻ നമ്മളെ നേസിച്ചാച്ച്. അവൻ നേസിക്കുക മാത്രമല്ല, നമ്മളെ നിഷ്കളങ്കരും നിർമ്മലരുമാക്കി തീർത്താച്ചേ. അത് ഞാൻ വിശ്വാസികളല്ലാത്ത നിങ്ങളോട് ചൊല്ലും. ആരെങ്കിലും വിശ്വാസികളല്ലെങ്കിൽ അവൻ്റെ നേസത്തെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അവൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയാച്ചേ, നിങ്ങൾ മക്കളാക്കി തീർത്താച്ചേ. ദൈവനാമം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് സദാകാലം ഇരിക്കുമാറാകട്ടെ. അവൻ്റെ കൃപ നിങ്ങൾക്ക് സദാകാലം ഇരിക്കുമാറാകട്ടെ. ദൈവം നിങ്ങളെ പാക്കുമാറാകട്ടെ. നിങ്ങൾ ന്യായവിധിയിൽ നിന്നും നിങ്ങൾ വിടുതൽ കിട്ടിയതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.